പ്രഭാഷകന്റെ പുസ്തകം 44-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. 44-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 23. 44-ാം അധ്യായത്തിൽ എത്ര ഹെഡിങ്ങുകളുണ്ട്? ഏതെല്ലാം? 3 ഹെഡിങ്ങുകളാണുള്ളത്. 1 പിതാക്കന്മാരുടെ മഹത്വം, 2 ഹെനോക്ക്, നോഹ, 3 അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്. നമുക്കിപ്പോൾ ആരെ പ്രകീർത്തിക്കാം എന്നാണ് 44-1 പറയുന്നത്. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം എന്നാണ് 44-1 പറയുന്നത്. തലമുറ ക്രമത്തിൽ. ആർക്ക് ഓഹരി നൽകിയതിനെക്കുറിച്ചാണ് 44-2 പറയുന്നത്. മഹത്തുക്കൾക്കും പൂർവ്വ പിതാക്കന്മാർക്കും. കർത്താവ് അവർക്ക് എന്താണ് ഓഹരിയായി നൽകിയത്? തൻ്റെ പ്രതാപവും മഹത്വവും. കർത്താവ് എപ്പോഴാണ് അവർക്ക് ഓഹരി നൽകിയത്? ആദി മുതൽ തന്നെ. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ആരെല്ലാം ഉണ്ടായിരുന്നതായാണ് 44-3 പറയുന്നത്. 1 രാജാക്കന്മാർ, 2 കീർത്തിയുറ്റ ബലശാലികൾ, 3 ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ, 4 പ്രവാചകന്മാർ. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിലുണ്ടായിരുന്ന ബലശാലികൾ എങ്ങനെയുള്ളവരായിരുന്നു? കീർത്തിയുറ്റവർ. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിലുണ്ടായിരുന്നവർ ഉപദേശം നൽകിയത് എങ്ങനെയായിരുന്നു? ജ്ഞാനത്താൽ. 44-4 പറയുന്നത് ആരെയെല്ലാം കുറിച്ചാണ്? ജനത്തിന് നേതൃത്വം കൊടുത്തവരെയും ഉപദേശം നൽകിയവരെയും കുറിച്ച്. എങ്ങനെ ജനത്തിന് നേതൃത്വം കൊടുത്തവരെക്കുറിച്ചാണ് 44-4 പറയുന്നത്? ആലോചനകളാലും നിയമ പരിജ്ഞാനത്താലും. എങ്ങനെയുള്ള ഉപദേശം നൽകിയവരെക്കുറിച്ചാണ് 44-4 പറയുന്നത്? വിവേകപൂർവമായ ഉപദേശം.